നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 എയിംസിലെ വിവിധ സ്ഥാപനങ്ങളിലെ ബി.എസ്.സി നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പുതിയതായിട്ട് കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികളും സെക്കൻഡ് റൗണ്ടിൽ ആദ്യമായിട്ട് കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികളും 25-ാം തീയതി രാവിലെ 10 മണി മുതൽ 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് സീറ്റ് അലോക്കേഷൻ പോർട്ടലിൽ ഉള്ള ഓപ്ഷൻ എ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് എന്ന് റിപ്പോർട്ട് ചെയ്യണം. അക്സെപ്റ്റിംഗ് ഓപ്ഷൻ 25-ാം തീയതി രാവിലെ 10 മണിക്ക് ശേഷം മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. ബി.എസ്.സി നഴ്സിംഗിൻ്റെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടാണ് ഇത്. 13,963 കുട്ടികളാണ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ ഓരോ കാറ്റഗറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസാണ് ഇത്. അൺറിസർവ്ഡ് കാറ്റഗറി 1516, ഒ.ബി.സി കാറ്റഗറിയിൽ 2075, എസ്.സി കാറ്റഗറി 6413, എസ്.ടി കാറ്റഗറി 13,235, ഇ.ഡബ്ല്യു.എസ് 3870. ഈ റാങ്ക് വരെയുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ ലഭിച്ചിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷനുകൾ കൊടുത്തിരുന്ന ആ കോളേജുകൾ തന്നെയാണ് സെക്കൻഡ് റൗണ്ടിലെ അലോട്ട്മെൻറ്റിന് വേണ്ടിയും പരിഗണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്ക് ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റും ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഡേറ്റുകൾ പിന്നീട് അറിയിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ച് കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഹയർ ഓപ്ഷനായിട്ടുള്ള കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്ക് പുതിയതായിട്ട് കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി കാൻഡിഡേറ്റ് പോർട്ടലിൽ സീറ്റ് അലോക്കേഷൻ പോർട്ടലിൽ കൂടി അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അവിടെ ഓപ്ഷൻ എ എന്ന് കൊടുത്തിട്ട് അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ആദ്യമായിട്ട് ഒരു കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് നഷ്ടപ്പെടും. അവർ പെനാൽറ്റി ഒന്നും നൽകേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പോർട്ടലിൽ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് അക്സെപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾ പെനാൽറ്റി നൽകേണ്ടി വരും. എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ ആദ്യമായിട്ട് കോളേജ് ലഭിക്കുന്ന കുട്ടികൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ആ കോളേജ് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അവർ പെനാൽറ്റി നൽകേണ്ടതായി വരികയില്ല. ഫസ്റ്റ് റൗണ്ടിലെ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ പുതിയ കോളേജ് ലഭിക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ കോളേജിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അവിടെ നിന്ന് സെക്കൻഡ് റൗണ്ടിലെ കോളേജിലേക്ക് അയക്കുന്നതാണ്. 29-ാം തീയതിക്ക് മുൻപ് സാറ്റർഡേ, സൺഡേ, ഹോളിഡേയ്സ് അങ്ങനെയുള്ള ദിവസങ്ങൾ വരികയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങൾ ഒഴിവാക്കി വേണം നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് പോകുവാൻ. ഫസ്റ്റ് റൗണ്ടിൽ കോളേജ് ലഭിച്ചതിന് ശേഷം സെക്കൻഡ് റൗണ്ടിലും ഒരു കോളേജ് ലഭിക്കുന്ന കുട്ടികൾ ആ കോളേജ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള 1,00,000 രൂപ തിരികെ ലഭിക്കുന്നതല്ല. ഡി നിങ്ങൾ കൊടുത്തിട്ടില്ല, അവിടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകൾ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി 1,00,000 രൂപ നൽകിയാൽ മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് കൈവശം ഡോക്യുമെൻറ്റ്സുകളുടെ ഒറിജിനൽ ഇല്ല എങ്കിൽ അതിൻ്റെ കോപ്പി നൽകാവുന്നതാണ്. അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് 1,00,000 രൂപയുടെ DDയും അവിടെ നൽകണം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ DD തിരികെ ലഭിക്കും. ആദ്യമായിട്ട് കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ഓപ്ഷൻ എ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി കോളേജിൽ നേരിട്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ ആ സീറ്റ് ക്യാൻസൽ ആകും. കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സുകളുടെ ലിസ്റ്റാണ് ഇത്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഓരോ കോപ്പിയും ഉണ്ടായിരിക്കണം. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് തന്നെ സിഗ്നേച്ചർ ചെയ്ത ഒരു കോപ്പിയും എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഉണ്ടായിരിക്കണം. ഓഫർ ലെറ്ററും സീറ്റ് അലോക്കേഷൻ ലെറ്ററും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. ഫൈനൽ രജിസ്ട്രേഷൻ സ്ലിപ്പ്, അഡ്മിറ്റ് കാർഡ്, എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള അഡ്മിറ്റ് കാർഡ്,
ടെൻത്തിലെ പാസ് സർട്ടിഫിക്കറ്റ്, പ്ലസ് ടുവിലെ പാസ് സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പ്ലസ് ടുവിലെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടി SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും അതിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും ഉണ്ടായിരിക്കണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി എടുത്തിട്ട് അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. SC, ST, OBC, EWS കാറ്റഗറിയിലുള്ളവർ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. OBC, EWS വിഭാഗത്തിലുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് 9/6/2023 9/6/2024 ഇടയിൽ എടുത്തതായിരിക്കണം. EWS സർട്ടിഫിക്കറ്റ് 1/4/2024 9/6/2024 ഇടയിൽ എടുത്തത് ആയിരിക്കണം. അങ്ങനെയല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഈ റിസർവേഷൻ ലഭിക്കുന്നതല്ല. അവരെ ജനറൽ വിഭാഗത്തിലാണ് പരിഗണിച്ചിരിക്കുന്നത്. PWBD വിഭാഗത്തിലുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അവരുടെ ഡിസബിലിറ്റി കാണിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഇവിടെ എയിംസിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഇമെയിൽ IDയിലേക്ക് മെസ്സേജ് അയച്ച് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ കോളേജ് ലഭിച്ചപ്പോൾ ഡോക്യുമെൻറ്റ്സുകളൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ പുതിയ കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കോളേജ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി പോകണം. ആ സമയത്ത് നിങ്ങളെ ഫസ്റ്റ് റൗണ്ടിലെ കോളേജിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അവിടെ നിന്ന് സെക്കൻഡ് റൗണ്ടിലെ കോളേജിലേക്ക് അവർ അയക്കുന്നതാണ്. എങ്കിലും നിങ്ങൾ പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ കോളേജിൻ്റെ ഇമെയിൽ IDയിലേക്ക് മെസ്സേജ് അയച്ച് അത് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ സെക്കൻഡ് റൗണ്ട് ലഭിച്ച കോളേജിലേക്ക് അയക്കുമോ എന്നുള്ള കാര്യം ഇമെയിൽ IDയിലേക്ക് മെസ്സേജ് അയച്ച് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ സെക്കൻഡ് റൗണ്ട് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യുവാനായിട്ട് പോകുവാൻ. ഇവിടെ ഓരോ കോളേജിൻ്റെയും ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉള്ളവരും EWS വിഭാഗത്തിൽ ഉള്ളവരും എയിംസിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത കുട്ടികളെ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിച്ചിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിന് ശേഷവും കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ സീറ്റുകൾ വേക്കൻസി വരും. അങ്ങനെയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റ് നടത്തും. ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ടാണ്. അത് എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ സാധിക്കും. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്കും ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത എല്ലാ കുട്ടികളും ഓപ്പൺ റൗണ്ട് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.